ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാപ്ടെക് മന്ത്ര. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബയോസിനെ കുറിച്ചും ബൂട്ട് ഓപ്ഷനെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് ലാപ്ടോപ്പുകൾ അവൈലബിൾ ആണ്. അത് തന്നെ ഓരോരോ ലാപ്ടോപ്പിനായി കഴിഞ്ഞാലും ഡെസ്ക്ടോപ്പിനായി കഴിഞ്ഞാലും ഓരോന്നിനും ബൂട്ട് ഓപ്ഷനായി കഴിഞ്ഞാലും ബയോസ് ആയി കഴിഞ്ഞാലും ഓരോ ഓപ്ഷൻസാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സിലും കാര്യങ്ങളിലെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ചിലത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓരോരോ ബ്രാൻഡായിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് എയ്സർ നോക്കാം. എയ്സറിൽ ബയോസ് ഓപ്ഷൻ വരുന്നത് F2 ആണ്, ബൂട്ട് ഓപ്ഷൻ വരുന്നത് F12 ആണ്. എയ്സറിൽ ചില മോഡൽസിൽ ബയോസിൽ കയറിയിട്ട് അതായത് F2 അടിച്ച് ബയോസ് കയറിയിട്ട് നമ്മളതിൽ മെയിൻ സെലക്ഷൻ ഇതിൽ തന്നെ ഇമേജിൽ കാണാൻ പറ്റും. മെയിൻ സെലക്ഷനിൽ F12 ബൂട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ടേൺ ഓൺ ചെയ്യുക, F10 അടിച്ച് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ഓൺ ചെയ്തിട്ട് F12 അടിച്ചിട്ട് നേരെ USB ബൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് ലെനോവ ബ്രാൻഡ് നോക്കാം. ലെനോവ പഴയ മോഡൽസിൽ ബയോസ് F2 ബൂട്ട് ഓപ്ഷൻ F12 ആണ് വരുന്നത്. പുതിയ മോഡൽസിൽ ഫങ്ഷൻ F2 ബൂട്ടാണെങ്കിൽ ഫങ്ഷൻ F12. അതുപോലെ തന്നെ ലെനോവയിൽ ഇപ്പോൾ പുതിയ മോഡൽസിലേക്ക് ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ പറ്റും, റിക്കവറി ഓപ്ഷൻസ്. ഇമേജിൽ നോക്കിയാൽ കറക്റ്റ് ആ റിക്കവറി സ്വിച്ച് കാണാൻ പറ്റും. ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് ഈ കറക്റ്റ് സിമ്പിളൊന്ന് നോക്കി വെച്ചാൽ മതി. ന്യൂ മോഡൽസിലെല്ലാം വരുന്നുണ്ട്. ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒരു പിൻ ഇട്ടിട്ട് ഹോളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്പ് ടേൺ ഓൺ ആവും. അതിൽ നമുക്ക് ബയോസ്, ബൂട്ട് ഓപ്ഷൻ, റിക്കവറി ഓപ്ഷൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കാണിക്കും. നമ്മൾ ഈ ബട്ടൺസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസിൽ കീബോർഡ് യൂസ് ചെയ്ത് ആരോ കീ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബയോസ് യൂസ് ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ ഇതേപോലെ തന്നെ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നതും കൂടുതൽ സെയിലും കാര്യങ്ങളുള്ള ബ്രാൻഡ്സാണ് ഇതെല്ലാം. അതിൽ നമുക്ക് അടുത്തായിട്ട് HP നോക്കാം. HP ബയോസ് ഓപ്ഷൻ ഡിഫറെൻ്റ് ആയിട്ട് F10 ആണ് വരുന്നത്. ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് കൂടുതലായിട്ട് യൂസ് ചെയ്യില്ല. നമ്മൾ F1 അടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇൻഫർമേഷൻ നമുക്ക് നോക്കാൻ പറ്റും. F2 അടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഡയഗ്നോസ്റ്റിക് നോക്കാൻ പറ്റും. അതായത് നമ്മുടെ ലാപ്ടോപ്പ് കുറേ യൂസ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ടോ, ബാറ്ററിക്ക് ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ലാപ്ടോപ്പിന് കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഡയഗ്നൈസ് ചെയ്യുന്നതിൽ കൂടി തന്നെ ഇങ്ങനത്തെ ഹാർഡ്വെയർ കംപ്ലയിൻറ്റ്, സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ്, ബ്ലൂ സ്ക്രീൻ കാണിക്കുന്ന ഇത്തരം കംപ്ലയിൻറ്റുകളെല്ലാം നമുക്ക് കറക്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ തന്നെ ഈ ലാപ്ടോപ്പിലൊക്കെ മെയിനായിട്ട് ഈ ബയോസും ബൂട്ട് ഓപ്ഷനിലും നമുക്ക് വരുന്നൊരു ഇഷ്യൂസ്, എല്ലാ ലാപ്ടോപ്പിലും ഇങ്ങനത്തെ കീപാഡ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബയോസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നത്. അതായത് നമ്മൾ HP ലാപ്ടോപ്പിലൊക്കെ ഓൺ ആകുകയാണെങ്കിൽ F1 ആയിരിക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഇൻഫർമേഷനിൽ സ്റ്റക്കായി നിൽക്കും. നമ്മൾ കൺട്രോൾ ഡിലീറ്റ് അടിച്ചാൽ തന്നെ വീണ്ടും ഡയറക്റ്റായിട്ട് വന്നിട്ട് ബയോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറി നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റുകളൊക്കെ ഒരുപാട് പേർക്ക് നോക്കിയാൽ തന്നെ അറിയില്ല. ചിലർക്കൊക്കെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എൻ്റെ സിസ്റ്റം വേറെ എന്തെങ്കിലും സ്റ്റക്കാണ് കാര്യങ്ങളോ ഇഷ്യൂ ആയിട്ടിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കീപാഡ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബയോസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ അതെല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കുക. HP ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, എല്ലാ മോഡൽസ് ലാപ്ടോപ്പിനും കീപാഡ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ ഈ ബയോസിലും സ്റ്റാർട്ടിങ് റിക്കവറി ഓപ്ഷനിലൊക്കെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാറ്. ഈ പറഞ്ഞ പോലെ ബയോസ് കോമൺ F2 ആണ് വരുന്നത്. ബൂട്ട് ഓപ്ഷൻ മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എസ്കേപ്പ് ആണ് വരുന്നത്. എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്ത ശേഷം ഓൺ ആക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്യുക. ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്ഷനിലേക്ക് കയറും. നമ്മൾ USB ആണ് കണക്ട് ചെയ്തെങ്കിൽ USB ഓപ്ഷൻ കാണിക്കും. എൻ്റർ ചെയ്തിട്ട് നമുക്ക് ബൂട്ടിങ്ങിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് ബ്രാൻഡ് നോക്കാം. അടുത്ത ഡെല്ലാണ്. ഡെല്ലിലെ ബൂട്ട് ഓപ്ഷൻ F12 ആണ്, ബയോസ് F2 ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലാപ്ടോപ്പും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്ത ശേഷം പവർ ഓഫ് ചെയ്ത ശേഷം പവർ ബട്ടൺ, ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത പാടെ നമ്മൾ ഈ ബയോസ് ഓർ ബൂട്ട് നമുക്ക് ഏതാണോ വേണ്ടിയത് അത് ചൂസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓപ്ഷനിലേക്ക് കയറും. ലാപ്ടോപ്പ് ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പവർ ബട്ടൺ തന്നെ നെക്കി ഓഫ് ചെയ്യരുത്. ഓണായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മൾ സഡനായിട്ട് ഇങ്ങനെ പവർ ബട്ടൺ യൂസ് ചെയ്ത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വീണ്ടും ഷട്ട് ഡൗൺ ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കോമ്പാക്റ്റ് ഗണത്തിൽപ്പെടുത്താവുന്ന നമ്മുടെ ട്രാവലിങ്ങിനൊക്കെ എളുപ്പത്തിൽ ക്യാരി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മൈക്രോസോഫ്റ്റിൻ്റെ സർഫസ് സീരീസിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ഇറങ്ങുന്നുണ്ട്. അത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ അവർ മൈക്രോസോഫ്റ്റ് ടാബ് കൂടാതെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവരിറക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബയോസിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇമേജിൽ കറക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മളെ മുമ്പേ സാംസങ്ങിൻ്റെ പഴയ ഫോൺ ലോക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഈ രീതിയിൽ ചെയ്യും. അതേപോലെ ചൈന ടാബ് ഒക്കെ പാസ്വേഡ് വന്നാൽ ഈ രീതിയിൽ ചെയ്യും. നമ്മൾ വോളിയം ഡൗൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക, പവർ ബട്ടൺ പ്രസ് ചെയ്യുക, ലോഗോ വരുന്ന സമയത്ത് നമ്മൾ വോളിയം ഡൗൺ റിലീസ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ ബൂട്ട് ഓപ്ഷനിൽ നിന്ന് ബയോസിലേക്ക് കയറും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കിതിൽ ഇമേജ് ഫയൽ ഉണ്ടായാൽ തന്നെ ഒറിജിനൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇമേജ് ഫയൽ എന്തായാലും ഉണ്ടാവും. നമുക്ക് ആ രീതിയിൽ മാറി ചെയ്യാം. അല്ലെങ്കിൽ USB യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഇവരുത് ഇറങ്ങിയിട്ടുണ്ട്. ഹോം അപ്ലയൻസസ് ആയി കഴിഞ്ഞാലും മൊബൈൽസ് ആയി കഴിഞ്ഞാലും ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. സാംസങ്ങിൻ്റെ തന്നെ അടിപൊളി അൾട്രാബുക്ക് സീരീസിലുള്ള ലാപ്ടോപ്പ് ഉണ്ട്, വളരെ സ്ലിം ആയിട്ട് ഉള്ള ലാപ്ടോപ്പ് ഉണ്ട്. അല്ലാതെ അവർ ഒരുപാട് ജനറേഷനിൽ ലാപ്ടോപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവരിത് മാർക്കറ്റിലായിട്ട് ലാപ്ടോപ്പൊന്നും അവൈലബിൾ അല്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു ലാപ്ടോപ്പ് ഏകദേശം മേടിച്ച് കഴിഞ്ഞിട്ട് 10-15 വർഷം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഇപ്പോഴും സർവീസിന് സാംസങ് ജെനുവിൻ OS 8.1 വരുന്ന സമയത്ത് തന്നെ സാംസങ് ഏകദേശം ലാപ്ടോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിൽ 10 സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അതിൽ നമുക്ക് ബൂട്ട് ഓപ്ഷൻ വരുന്നത് F10 ആണ്, ബയോസ് വരുന്നത് F12 ആണ്. നമ്മൾ F4 അടിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇമേജ് ഫയൽ അതിൽ സേവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റിക്കവറി ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ മാറി ചെയ്യാവുന്നതാണ്. സാംസങ്ങിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് നല്ല മോഡൽസ് ഇറക്കിയിട്ട് ഇപ്പോഴും ലൈഫ് കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അൾട്രാബുക്ക് സീരീസിലായി കഴിഞ്ഞാലും നോർമൽ സീരീസിലായി കഴിഞ്ഞാലും ഒരുപാട് അടിപൊളി മോഡൽസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട്. ഇവർ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അവരിപ്പോൾ ലാപ്ടോപ്പ് അധികം മാർക്കറ്റിൽ ഇറക്കുന്നില്ല. ഞാൻ ഫീൽഡിൽ വന്ന സമയത്ത് കറക്റ്റ് തോഷിബ ചോദിച്ചിട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ടായിരുന്നു ഈ ബ്രാൻഡിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തോഷിബയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ബയോസ് ഓപ്ഷൻ വരുന്നത് F12 ആണ്. F12 അടിച്ചാൽ ബൂട്ട് ഓപ്ഷനിൽ കയറിയിട്ട് USB-യിൽ നമുക്ക് വേണ്ടിയ വിൻഡോസ് ബൂട്ട് ചെയ്യിക്കാം. പറഞ്ഞ മാതിരി ഇപ്പോഴും തോഷിബയിൽ Windows 7 യൂസ് ചെയ്യുന്നുണ്ട്. 8.1 യൂസ് ചെയ്യാം. നമുക്ക് ലേറ്റസ്റ്റ് Windows 10 അപ്ഗ്രേഡ് ചെയ്തിട്ടും SSD യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി Windows 11 കുറച്ചും കൂടിയും സോഫ്റ്റ്വെയർ സ്പീഡായിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസ് വേണം. അതുകൊണ്ട് SSD ആക്കിയിട്ട് Windows 11 ഓർ 10 പുതിയ വേർഷൻ ചെയ്യുന്നത്. നേരത്തെ സാംസങ്ങിനെയും തോഷിബിനെയും പറഞ്ഞ പോലെ തന്നെ ആ ഗണത്തിൽ പെടുത്താവുന്ന അടുത്തൊരു ബ്രാൻഡാണ് സോണി. ഒരുപാട് അടിപൊളി മോഡൽസ് ഡിസൈനിലായി കഴിഞ്ഞാലും ക്വാളിറ്റിയിലായി കഴിഞ്ഞാലും അവരെ കാറ്റഗറൈസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാലും ഒരുപാട് നല്ല അടിപൊളി മോഡൽസ് ഇറക്കിയ ബ്രാൻഡാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നോക്കിയാൽ ഇവരുടെ പുതിയ പ്രൊഡക്റ്റുകളൊന്നും അവൈലബിൾ അല്ല. അവരിത് മാത്രമല്ല ഒരുപാട് വേറെ അതേഴ്സ് പ്രൊഡക്റ്റ് എല്ലാം ഒരുപാടെണ്ണം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല സോണിയിൽ തന്നെ നമുക്ക് ബയോസ് ഓപ്ഷൻ F2 ബയോസ് ഓപ്ഷനാണ് വരുന്നത്. ബൂട്ട് ഓപ്ഷൻ F11 ആണ് വരുന്നത്. അതുകൂടെ സിമ്പിളായിട്ട് സോണിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ അവർ എല്ലാ മോഡൽസിലും കൊടുത്തിട്ടുണ്ട്. ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ കൊടുത്ത SVF സീരീസാണ്. എല്ലാ മോഡൽസിലും ഈ ഒരു അസിസ്റ്റ് ബട്ടൺ ഉണ്ടാവും. ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്ത ശേഷം പവർ ഓൺ ചെയ്യാതെ നമ്മൾ പവർ ബട്ടൻ്റെ പകരം ഈ അസിസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ടേൺ ഓൺ ആവും. ഓണായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. വയോ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിലായിരിക്കും, ഈ ഒരു സെക്ഷനിലേക്ക് പോകുക. അതിൽ നമുക്ക് ബയോസ് ആണെങ്കിൽ ബയോസ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ബൂട്ട് ഓപ്ഷൻസോ കാര്യങ്ങളോ മാറ്റി കൊടുക്കാം. USB സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് മീഡിയ USB ഡിവൈസ് വെച്ചിട്ട് നമുക്ക് വിൻഡോസ് ബൂട്ട് ചെയ്യിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഇതിൽ തന്നെ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ പറഞ്ഞതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കാറ്റഗറൈസ്ഡ് മോഡൽസ് മാത്രം ഇറക്കുന്ന ബ്രാൻഡാണ് MSI. നമ്മൾ കുറച്ച് മുന്നൊന്നും കൂടുതലായിട്ട് MSIൻ്റെ കണ്ടിട്ടില്ല. ഈ അടുത്തായിട്ട് ഗെയിമിംഗ് സീരീസ് ഒരുപാടായിട്ട് മാർക്കറ്റിൽ MSI കുറച്ചും കൂടി പുഷ് ചെയ്തിട്ട് അവൈലബിൾ ആണ്. അവർ മെയിൻ ഗെയിമിങ് അതേപോലെ ആർക്കിടെക്ചറായിട്ട് ഈ ഓട്ടോകാഡ് 3ds Max അങ്ങനത്തെ ഒരുപാട് കുറച്ചും കൂടി ലോഡ് കൂടിയ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആണ് അവർ കൂടുതൽ മോഡൽസ് ഇറക്കുന്നത്. ഇത് മറ്റുള്ള മോഡൽസിനെ പോലെ തന്നെ പവർ ഓൺ ആയ പാടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബയോസിലേക്കും F11 യൂസ് ചെയ്യുകയാണെങ്കിൽ ബൂട്ട് ഓപ്ഷനിലേക്ക് കയറാം. ആ രീതിയിൽ നമുക്ക് ബയോസിൽ എന്തെങ്കിലും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. USB ആയിട്ട് നമുക്ക് വിൻഡോസ് മാറി ചെയ്യാം. നമ്മളിതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡെല്ലാം മെയിൻലി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അതേപോലെ തന്നെ ഉബുണ്ടു സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ആപ്പിളിൻ്റെ തന്നെ അവരുടെ ഓൺ OS MacOS ആയിട്ട് ഒരുപാട് മോഡൽസ് ഉണ്ട്. പ്രൊസസ്സർ ഇൻറ്റൽ പ്രൊസസ്സറും M1 എല്ലാം യൂസ് ചെയ്യുന്നത്. MacBook Air, MacBook Pro, iMac. ഇതിൽ ഇൻറ്റലിൻ്റെ പ്രൊസസ്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് ക്യാമ്പ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് MacOSൽ കിട്ടുന്നതിനെക്കാട്ടും ക്രാഷ്ഡ് സോഫ്റ്റ്വെയർസ് വിൻഡോസിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും പഴയതിൽ ബൂട്ട് ക്യാമ്പ് അസിസ്റ്റൻറ്റുമായിട്ട് വിൻഡോസ് യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ മറ്റ് ബ്രാൻഡ്സിൽ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് വിൻഡോസ് യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യാനും ഡയഗണൈസ് ചെയ്യാനും മാക്കിലും കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. മറ്റെല്ലാ ബ്രാൻഡിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്കിലും സ്റ്റാർട്ടപ്പ് കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക. പവർ ഓൺ ചെയ്ത പാടെ ഓപ്ഷൻ ആൻഡ് ഡി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഡയഗണൈസ് ചെയ്യാം. സിസ്റ്റം ഡയഗണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടേൺ ഓൺ ആകുമ്പോൾ ഓപ്ഷൻ ഡി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമേജിൽ വിസിബിൾ ആവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് എഴുതി കാണിക്കാം. അല്ലെങ്കിൽ ബാറ്ററിക്ക് തന്നെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഓഡിയോ സെക്ഷന് തന്നെ പ്രോബ്ലം ഉണ്ടോ, അതെല്ലാം നോട്ട് ചെയ്ത് കാണിക്കും. ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല എന്ന് തന്നെ കാണിക്കും. നമുക്ക് ആ രീതിയിൽ തന്നെ സ്വന്തമായിട്ട് സിസ്റ്റം നമുക്ക് ഡയഗണൈസ് ചെയ്ത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് സിസ്റ്റം ടേൺ ഓൺ ആയപാടെ കമാൻഡ് ആൻഡ് ആർ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം റിക്കവറി ഓപ്ഷനിലേക്ക് കയറാൻ കഴിയും. ഒന്നെങ്കിൽ സിസ്റ്റം റിക്കവറി തന്നെ നമുക്കതിൽ ഇമേജ് ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് റിക്കവറി ആയിട്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു കീ ഓഫ് കോമ്പിനേഷനാണ് ടേൺ ഓൺ ആയി വരുമ്പോൾ തന്നെ ഓപ്ഷൻ കീ അല്ലെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബൂട്ട് ക്യാമ്പ് വഴി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. മാക്കിൻതോഷ് ബൂട്ട് ക്യാമ്പ് നമുക്ക്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഏത് ഡിവൈസാണോ ബൂട്ട്, ഒന്നെങ്കിൽ മാക്കോസ് വേണോ അല്ലെങ്കിൽ വിൻഡോസ് വേണോ എന്നുള്ളത് നമുക്ക് അതിലൂടെ സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ ഓപ്ഷൻ കീ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസ് കാണിക്കുന്നത് നമ്മളൊരു USB വഴി മാക്കോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓണായി വരുമ്പോൾ ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിന് നമ്മൾ ഏത് മാക്കോസ് ആണോ പെൻ ഡ്രൈവിൽ ബൂട്ട് ചെയ്തിട്ടുണ്ട് ആ USB കാണിക്കും. USB എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കി സെയിം ഡിസ്ക് യൂട്ടിലിറ്റി നമ്മൾ ഡിവൈസ് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഡിവൈസ് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ നോർമൽ പ്രൊസീജിയറിൽ ചെയ്ത് കൊടുക്കുക. മാക്ക് യൂസ് ചെയ്യണ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കീ ഓഫ് കോമ്പിനേഷനാണ് NVRAM അല്ലെങ്കിൽ PRAM. നമ്മളിത് NVRAM PRAM എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സെറ്റിങ്സ്, സിമ്പിൾ സെറ്റിങ്സ്, അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ്, സിസ്റ്റം ഇൻഫർമേഷൻസ്, ഈ കാര്യങ്ങൾ, ഡേറ്റ് ആൻഡ് ടൈം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ NVRAM PRAM റീസെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് സോൾവ് ആയി കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും സിസ്റ്റം ഓണായി വരുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻ കമാൻഡ് P&R ഇത് ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓപ്ഷനിലേക്ക് പോകും. റീസെറ്റായിട്ട് റീസ്റ്റാർട്ടായി വരുമ്പോൾ നമ്മുടെ സെറ്റിങ്സൊക്കെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സിസ്റ്റം അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ USB ബൂട്ടിങ്ങും വിൻഡോസ് ഇൻസ്റ്റാളിങ്ങും ആക്ടിവേഷനൊക്കെ ആയിട്ട് നെക്സ്റ്റിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും വീഡിയോ കാണുക, ബെല്ലൈക്കൺ അമർത്തുക, തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും കാണുക, ഷെയർ ചെയ്യുക.